സലാമുണ്ടിട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടോ. കുറേ നാളായി വന്നിട്ട് വിശേഷങ്ങളെല്ലാം ഉള്ളൂ. ഇപ്പോൾ ADGP MR സതികുമാറിൻ്റെ തൊപ്പി തെറിച്ച്, ഇനി തൊപ്പി തെറിക്കുക മാത്രമല്ല വകുപ്പ് തല അന്വേഷണം വരുമ്പോൾ ഇനിയിപ്പോൾ ഈ സസ്പെൻഷൻ എന്നുള്ളത് ഡിസ്മിസിലേക്ക് പോകും എന്നൊക്കെയാണ് പറയാൻ കേൾക്കുന്നത്. അതിനിടയിൽ ഈ ജന്തർ മന്ദിറിൽ കുട്ടികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിൽ കേന്ദ്ര പഠിപ്പിക്കണ മന്ത്രി, അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ പ്രശ്നം നടക്കണ്. കൂടാതെ ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിൽ മനന്നൊന്ത് ആത്മഹത്യ ചെയ്ത പിള്ളങ്ങളുടെ വീട്ടുകാർക്കൊക്കെ 1 കോടി രൂപ വെച്ച് കൊടുക്കണം, പിന്നെ പിള്ളേരുടെ പേരിലെടുത്ത കേസുകളൊക്കെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് വേണ്ട പുകിൽ അങ്ങനെ അവിടെ നടക്കാനില്ല. അത് പ്രധാനമന്ത്രിനെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കാണ്ട് ഇന്നലെ ലോക്സഭാ അധ്യക്ഷൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ സമരത്തിന് ചെന്നിട്ടുണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ബെട്ടിലായി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഇതുവരെ വീണ് കിട്ടിയിട്ട് ഒരു സമരത്തിനും പങ്കെടുത്തിട്ടില്ല. ആ കൂടി തെക്ക് വടക്ക് ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് നടന്നല്ലാണ്ട് വേറെ പുള്ളിക്കാരൻ അങ്ങനെ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അല്ല, അതിൽ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം പഠിക്കുന്ന സമയത്ത് പുള്ളി വീട്ടു തടങ്കലിൽ ഇരുന്നാണ് പഠിച്ചത്. അങ്ങനെ കോളേജിലൊന്നും പോയി പുള്ളിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പുള്ളങ്ങളുടെ സമരത്തിൽ അങ്ങനെ പങ്കെടുത്ത് പണ്ടെനിക്ക് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനിതിൽ പങ്കെടുക്കണം എന്നുള്ള മട്ടിലാണ് പുള്ളി അവിടെ ഒന്ന് ഉഷാറായി പോലീസുകാരൻ്റെ പിടിവലിയിലൊക്കെ പെട്ട് മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്ന് അവിടെ നിൽക്കണം നമ്മൾ കണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം ഇവിടെ അതിനേക്കാളൊക്കെ ഗൗരവമേറിയ മറ്റൊരു വിഷയം ഇവിടെ വന്നേക്കാണ്. ഹലാക്കിൻ്റെ അവലിങ്കഞ്ഞിയും അതെന്തുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ EVM മെഷീൻ, ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ കുറിച്ച് പറഞ്ഞാൽ ആര് എവിടെ വോട്ട് ചെയ്താലും ആ വോട്ടൊക്കെ താമരയിൽ പോയി വീഴുമെന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെയാണ് നരേന്ദ്രമോദി ഈ 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഏതാണ്ട് അതിന് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കാസർഗോഡ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഷാനവാസ് പതുവ ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ടാ. ഈ ഭൂകമ്പം ഉണ്ടാക്കണ വർത്താനം കൊണ്ട് പറഞ്ഞേക്കണത്. ഭൂകമ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഷാനവാസ് പതുവ കാസർഗോഡ് LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ ഈ BM ജമാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ടല്ല, ആ പുള്ളിക്കാരന് ഇലക്ഷൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഈ ഷാനവാസിനെ കണ്ടപ്പോൾ പറഞ്ഞെന്ന്, നിങ്ങൾക്ക് ജയിക്കണോ, LDFന് ഇവിടെ ജയിക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഏത് ജഗത്താനും വോട്ട് തന്നാലും മേടിക്കൂല. അപ്പോൾ അങ്ങനെ എന്തൊട്ട് പരിപാടി എന്ന് വെച്ചപ്പോൾ ഓട്ടൊന്നും തരാൻ പറ്റില്ല, ഓട്ടൊക്കെ ഞങ്ങളുടെ കക്ഷിക്ക് തന്നെ കുത്തുള്ളൂ. പിന്നെ എങ്ങനെ ജയിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാണ് ഈ EVM മെഷീൻ ഉണ്ടല്ല, EVM മെഷീൻ, അത് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില തിരിമറിയിൽ നടക്കും, ഹാക്കിങ് നടക്കും, ഹാക്ക് ചെയ്യും. അങ്ങനെയുള്ള നരേന്ദ്രമോദി 3 പ്രാവശ്യം അവിടെ പ്രധാനമന്ത്രിയായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്, നടക്കൂന്ന്. അങ്ങനെ ഹാക്ക് ചെയ്യുന്ന ആ ഒരു വിദ്യ ഉണ്ടല്ലോ, ഇറ്റാലിയൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അത് ഹാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആര് പറഞ്ഞ്? ഈ BM ജമാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ്, കാസർഗോഡിലെ നേതാവ് പറഞ്ഞ്. ആരോട് പറഞ്ഞ്? ഈ കാസർഗോഡ് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാതുവോട് പറഞ്ഞു. പാതുവോ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BD സതീശൻ മുഖ്യമന്ത്രിയായി, പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടി, ഇപ്പോൾ മന്ത്രിസഭ ചുമതലയേറ്റ് 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പുറത്ത് വരുന്നത്. അതിൻ്റെ ഹിക്കുമത്തൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്. അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഷാനവാസ് പറയുന്നത് എന്തുട്ടാണ്, ഈ EVM മെഷീൻ ഹാക്ക് ചെയ്തിട്ട് നിങ്ങളെ ജയിപ്പിക്കാം. അതെങ്ങനെ ജയിപ്പിക്കും? മറ്റുള്ളവരുടെ വോട്ടൊക്കെ ഞങ്ങൾ ഹാക്ക് ചെയ്യും, അതിന് ഇറ്റാലിയൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജയിപ്പിച്ചു തരാം. ഉദുമയിലും കാസർഗോഡും മഞ്ചേശ്വരത്തൊക്കെ BJP അങ്ങനെ ഏതാണ്ട് 2600 വോട്ടിന് ജയിക്കാനുള്ളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ പൊളിക്കും. അത് പൊളിച്ച് നിങ്ങൾ ആ EVM മെഷീൻ ഹാക്ക് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാനുള്ളൊരു പദ്ധതി നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ജയിപ്പിച്ചു തരാം വേണമെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ LDFകാരൻ ചോദിച്ച്, അത് നിങ്ങളെന്തിനാ എന്നെ ജയിപ്പിക്കണം, നിങ്ങൾക്ക് ജയിച്ചാൽ പോരെ എന്ന് ചോദിച്ചെന്ന്. അതൊന്നുമല്ല സുഹൃത്തെ, നിങ്ങൾ അതിനൊത്തിരി ചില്ലറ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജയിപ്പിക്കാമെന്ന് പറഞ്ഞു. ആട്ടെ, കാശ് എത്ര വരും, ചില്ലറ എത്ര എന്ന കാര്യം നടക്കുമെന്ന് ഈ ഷാനവാസ് ചോദിച്ച് പറഞ്ഞ്, അധികം പൈസ ഒന്നും 10-40 ലക്ഷം രൂപയാണെന്ന്. 10-40 ലക്ഷം 10-40 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഒരു പണി അങ്ങോട്ട് വയ്ക്കും. ആ പണി വെച്ച് കഴിയുമ്പോഴെങ്കിൽ കാസർഗോഡ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ഷാനവാസ് പതിവ് ജയിക്കും എന്ന് പറഞ്ഞു. പതിവ് പറഞ്ഞ് അതൊന്നും വേണ്ടട്ടാ, ഒന്നാമത്തെ കാര്യം എനിക്കതിലൊന്നും വിശ്വാസമില്ല, കാശ് എത്രയെന്ന് കേട്ടപ്പോഴാണ് വിശ്വാസമില്ല എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ചിലപ്പോൾ പുള്ളി കൊടുത്തു പോയേനേട്ടാ, അറിയാൻ പറ്റില്ല. അപ്പോൾ 40 ലക്ഷം രൂപ അങ്ങനെ കൊടുത്തിട്ട് ഇറ്റാലിയൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് EVM മെഷീൻ അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് എനിക്കങ്ങനെ പറഞ്ഞ് ജയിച്ച് വരണ്ട എന്ന് ഇന്നിപ്പോൾ ഷാനവാസ് പറയുന്നത്.
അപ്പോൾ അതിൽ വേറൊരു അപകടവും കൂടി ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നത്, പണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു അല്ലേ, ആര് വോട്ട് ചെയ്താൽ താമരയ്ക്ക് പോയി വീഴുന്ന ഒരു രീതിയാണ് ഇപ്പോൾ EVM മെഷീനിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കുറി ഈ കോൺഗ്രസിൻ്റെ ഒരു തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചില്ല. ഈ കോൺഗ്രസ്സുകാരൊക്കെ ജയിച്ചത് ഇങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കണം. അതാണിപ്പോൾ ഈ ഷാനവാസ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ 102 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത് ഈ EVM മെഷീനിൽ ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ടാണോ എന്ന് കണ്ടുപിടിക്കണം. ഇറ്റാലിയൻകാരും ജർമ്മനിക്കാരൊക്കെയാണ് ഈ പ്രാവശ്യം ഈ നമ്മുടെ UDF ജയിപ്പിക്കാൻ വേണ്ടി 102 സീറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടി വോട്ട് ചെയ്തെന്നുള്ളതാണ് ഇപ്പോൾ ഷാനവാസ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊന്നും ശരിയായ രീതിയിൽ ജയിച്ചേക്കണതല്ല, ഹാക്ക് ചെയ്തേക്കണമെന്ന് പറയുന്നത്. കാരണം 40 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഹാക്ക് ചെയ്തിട്ട് ജയിക്കൂല. അങ്ങനെ ഒരു കാര്യം കൂടി അതിലുണ്ടില്ല എന്നാണ് ഇപ്പം ഈ നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞേക്കണത്, ഷാനവാസ് പതിവ് പറഞ്ഞേക്കണത്. അപ്പോൾ BM ജമാൽ ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി നിഷേധിച്ച് ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണ്. EVM മെഷീന് ലോകത്ത് എവിടെയെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത്, ആർക്ക് വോട്ട് ചെയ്താലും താമരയ്ക്ക് വോട്ട് ചെയ്തെന്ന് വീഴുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണെന്ന് പറഞ്ഞാൽ ഹാക്കിങ് നടക്കൂല അവിടെ. അതൊന്നും നടക്കൂല, ഒരു നടപടിയില്ല. അതിപ്പോൾ ആര് രാഹുൽ ഗാന്ധി അല്ല, ഇനിയിപ്പോൾ വേറെ ആര് പറഞ്ഞാലും അതൊന്നും നടക്കൂല എന്നാണ് BM ജമാൽ പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ ജമാലിനെ കുറിച്ച് ഷാനവാസ് ഇങ്ങനെ അവയ്ക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നടക്കണമെന്ന കാര്യം അത് ചോദിക്കേണ്ട കാര്യമല്ലേ? ഇങ്ങനെ ബായ പോയ ബാക്കറ്റ് പോലെ എവിടെയെങ്കിലും ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവണം എങ്ങനെയാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പയറിയുന്ന ആസനം പോലെ ഇങ്ങനെ ജമാൽ കാശേരാന്ന് EVM വിഷയം ഹാക്ക് ചെയ്ത് ജലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ, അതേ ഞാനിപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ എന്നെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു വെച്ചേക്കാണ് കാസർഗോഡ്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പറഞ്ഞു വരുത്തനാണ് ഈ സംഭവം എന്നൊക്കെയാണ് ഇപ്പം BM ജമാൽ പറയണത്. എന്തായാലും ഇപ്പോൾ ആകെ പുകിലായിക്കാണ്. ഷാനവാസ് പതിവ് പറയുന്നത് 40 ലക്ഷം രൂപ കൊടുത്ത EVM മെഷീൻ ഹാക്ക് ചെയ്തിട്ട് ജയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള സ്ഥാനാർത്ഥി പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ വായും മനസ്സും എനിക്ക് അറിയാൻ പാടില്ല. നട്ടാക്കിളിക്കാത്ത ഇതുപോലത്തെ നുണ പറയുന്നത് മുട്ടുമേന്ന് കാക്ക പറഞ്ഞു പോയെന്ന് പറയണില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ എൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്തി എനിക്ക് DCC പ്രസിഡന്റ് സ്ഥാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനാണെങ്കിൽ കതറൊക്കെ നല്ല വടിവൊത്ത് തേച്ച് ശൗര്യമൊക്കെ മുക്കി തേച്ച് വടി പോലെ റസ്ക് പോലെ ആക്കി വെച്ചേക്കാണ്, അത് മടക്കി വെച്ചേക്കാണ്. എനിക്ക് എടുത്തിടണം, എനിക്ക് DCC പ്രസിഡന്റ് ആവണം. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചെയ്ത് വയ്ച്ചേക്കണതാണ് ഇപ്പോൾ ആര് പറയണത്, നമ്മുടെ BM ജമാലും പറയണത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ സംഭവം കൊണ്ടാണ് ഇപ്പം കോൺഗ്രസിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി, ഈ 102 സീറ്റ് കിട്ടി കോൺഗ്രസ് ഭരിക്കണമെന്ന് കൂടി അന്വേഷിക്കണമെന്ന് ഷാനവാസ് പതിവ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു പടിക്ക് ഒറ്റ പടിക്ക് 2 പശീനെയാണ് വീഴ്ത്തിയേക്കണത്. ഒന്ന് ജമാലിനെ വീഴ്ത്തി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് EVM മെഷീൻ ഹാക്ക് ചെയ്ത് ജയിപ്പിക്കാമെന്ന് പറഞ്ഞ് കാശ് മേടിക്കുക 40 ലക്ഷം ചോദിച്ചെന്ന് പറഞ്ഞ് ജമാലിനെ വീഴ്ത്തി. ആദ്യത്തെ ഒറ്റ പടി വെച്ചോളൂ. ആ ഒറ്റ പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാൽ വീണ്. പിന്നത്തെ ഇനിയിപ്പോൾ വീഴാൻ പോണവരാ ഈ 102 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വന്നതും ഇങ്ങനെ EVM മെഷീൻ ഹാക്ക് ചെയ്തിട്ടാണോ എന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ഒറ്റ പടിക്ക് 2 പശീനെ ഈ ആര് വീഴ്ത്തിക്കൊണ്ട് ഷാനവാസ് പതിവ് വീഴ്ത്തി. ഇനിയിപ്പോൾ വീണ പക്ഷിയൊക്കെ നാളെ ചിറകൊടിഞ്ഞ് പറന്നു പോകുന്നുള്ള കണ്ടറിയണം. ഈ വിവരങ്ങളൊക്കെ ഇനി അന്വേഷണ വിധേയമാക്കി ഇപ്പോൾ KPCC അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ UDF ജില്ലാ കമ്മിറ്റിയും KPCCക്കും ഒക്കെ അത് പരാതി പോയിട്ടുണ്ട്. അവർ അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ എന്താണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റൂട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടുമ്പോൾ വരാട്ടാ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ.